ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ ആദ്യത്തെ 1-2-3 ഫോട്ടോസ് എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണപ്പാച്ചിൽ ഫോട്ടോസാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ മകളുടേതാണ്. അഞ്ചുകുട്ടിയുടെ കല്യാണ ഫോട്ടോയാണ്. കഠിനംകുളം ലേക്ക് പാലസിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഇത് തലേന്നാൾ അവരുടെ റിസപ്ഷന് പോയ ഫോട്ടോയാണ്. ഇത് പിറ്റേന്നാൾ കല്യാണത്തിന് അൻ്റെയും കൂടെ പിടിച്ചു വെച്ച് ഞങ്ങളെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ കുറേയധികം ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഒന്നും ഇതിൽ ഇടാൻ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ കന്യാകുമാരി ട്രിപ്പാണ്. അപ്പോൾ ഇതാ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ വിവേകാനന്ദ റോക്കിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. ആക്ച്വലി ഞാനിവിടെ ജിംക, ഒരു കൂളിംഗ് ഗ്ലാസ് ഇതെല്ലാം വെച്ച് അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ വരാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുപോലെയൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിട്ട് ഷോപ്പിംഗ് എല്ലാം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും ഇഷ്ടം എനിക്ക് ഇവിടുത്തെ ശംഖുമാലകളും മുത്തുമാലകളും ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ റൂംസ് എല്ലാം അത്യാവശ്യം സൗകര്യമുള്ളത് തന്നെ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. പാർക്കിംഗ് ഉണ്ട്, അടുത്ത അമ്പലത്തിൽ പോകാനുള്ള സൗകര്യമുണ്ട്, പിന്നെ അത്യാവശ്യം പർച്ചേസിങ്ങിന് പറ്റും, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ തൊട്ടടുത്ത് തന്നെ വിവേകാനന്ദ റോക്കിലേക്ക് പോകാൻ ടിക്കറ്റും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് വിവേകാനന്ദ റോക്കിലേക്ക് തിരിക്കുവാണ്. ഇത് 2ാം ക്ലാസ്സിൽ പാഠം പറയണ എന്തുവാ ഒരു പാഠം ഉണ്ടായിരുന്നു. അത് ശരി. എന്നിട്ട് ഞങ്ങളിങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിനകത്തുകൂടെ കുറച്ച് ദൂരം ഇങ്ങനെ പോകാനുണ്ട്. പോയി കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഓപ്പൺ സ്ഥലത്തേക്ക് എത്തുവാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ക്യൂ ആയിട്ടൊക്കെ നിന്ന് അങ്ങനെ കപ്പലിലേക്ക് കയറുകയാണ്, ബോട്ടിലേക്ക് കയറുകയാണ്. നല്ല അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബോട്ടിൽ കയറി കഴിഞ്ഞ ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആൾക്കാർ സ്ഥലം പിടിച്ചിരിക്കാനുള്ള ഒരു തിരക്കാണ്. പക്ഷെ നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ അത് കാരണം എൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെ സൈഡിലിങ്ങനെ ഒന്നും കാണാൻ വയ്യ. എന്നാലും ഞാനിങ്ങനെ ഫോൺ അത്ര ഹൈറ്റിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കിട്ടിയതൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ബോട്ടിങ്ങനെ താഴ്ന്നു പൊങ്ങുന്നതനുസരിച്ച് ആൾക്കാരിങ്ങനെ ഭയങ്കര വിളിയും ബഹളമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ തിരുവനന്തപുരത്തുകാർ പറയും, വെള്ളം കണ്ടിട്ടില്ലാത്തവരും ബോട്ട് കണ്ടിട്ടില്ലാത്തവർ എന്തൊരു വിളിക്കണം എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതൊരു ഭംഗി തന്നെയാണ്. ഞാൻ മുമ്പ് പോയിട്ടുള്ളത് ഓപ്പൺ ബോട്ടിലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കിട്ടും എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ലത്രേ. പക്ഷെ എനിക്കതായിരുന്നു ഇഷ്ടം കേട്ടോ. ഓപ്പൺ ബോട്ടിൽ നമുക്കിങ്ങനെ കയ്യിൽ വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ അത്. അങ്ങനെയാണ് ഞാൻ മുമ്പ് പോയിട്ടുള്ളത്. അമ്മയായിട്ടൊക്കെ മുമ്പ് പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെയായിരുന്നു. സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നത് അച്ഛനോടൊപ്പമായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു 84 ഇയേഴ്സ് ആയപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും കുടുംബക്കാരെല്ലാവരുമായിട്ട്. പക്ഷെ അന്ന് വിവേകാനന്ദ റോക്കിൽ പോകാൻ പറ്റിയില്ല. അന്ന് 4 മണിയായി പോയെന്ന് തോന്നുന്നു. കന്യാകുമാരി തന്നെ ഒരു വാട്ടർ തീം പാർക്കുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ അവിടെ പോയി കേട്ടോ. കുട്ടികളെല്ലാവരും കുഞ്ഞായിരുന്നത് കാരണം എൻ്റെ കസിൻസിൻ്റെ മക്കളും പിന്നെ എല്ലാവരും, എൻ്റെ ബ്രദറിൻ്റെ മോനും പിന്നെ എൻ്റെ ലാസ്റ്റ് ബ്രദറും, അവൻ പിന്നെ നിക്കറിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരോടൊപ്പം ഭയങ്കര ക്രൈസാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അവർ ആരും ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ അങ്ങനെയും പോയി. അപ്പോൾ ഞങ്ങളിവിടെ വിവേകാനന്ദ റോക്കിലെത്തി, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്നു, ഞങ്ങളിങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ അടുത്ത് ചെരുപ്പ് ഇവിടെ ഇടുന്ന ഒരു സ്ഥലം നോക്കുകയാണ്. എന്നിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. പക്ഷേ ഇവിടുത്തെ റോക്കിനെല്ലാം നിങ്ങൾ കണ്ടോ, ഒരു ആഷ് കളർ പെയിൻറ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് തോന്നണം അത് റോക്കിൽ അവർ ഹോളൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ വാതിലും ജനലും എല്ലാം അത്യാവശ്യം വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ പൊട്ടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും മാറ്റം വരില്ലേ റോക്കിന്. അപ്പോൾ അതായിരിക്കും ഇവരിങ്ങനെയൊക്കെ അടിച്ച്
ആഷ് കളർ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു. இங்கெல்லாம் நின்று ஃபோட்டோ எடுக்கணுமா? அது தமிழ் பேசுங்க. இது வந்து வீடியோ. ஃபோட்டோ எடுறா விஷ்ணு. ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് കയറി വിവേകാനന്ദ സ്റ്റാച്ചു ഉള്ള റൂമിലേക്കാണ് കയറിയത്. അതിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് 2 സൈഡിലും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ശ്രീ ശാരദാദേവിയുടെയും പൂജാ റൂം പോലെ കാണാം കേട്ടോ. പൂജാ റൂമല്ല, റൂമിനകത്തുള്ള ഒരു ആരാധനയാണ് കാണിക്കുന്നത്, വെച്ചിട്ടുണ്ട്. പിന്നെ വിവേകാനന്ദ സ്വാമികളെയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വിശ്വനാഥ ദത്തയുടെയും പിതാവിൻ്റെയും പിന്നെന്താ അമ്മയുടെ ഭുവനേശ്വരി ദേവിയുടെയും ഒക്കെ പേരും അദ്ദേഹത്തിൻ്റെ ജനന വർഷവും സ്ഥലവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് എഴുതിയ ഒരു ബോർഡ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു മെഡിറ്റേഷൻ റൂമിനകത്താണ് കയറിപ്പോകുന്നത്. അവിടെ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാമോ പറഞ്ഞുകൊണ്ടിരിക്കും അതിനകത്ത് എപ്പോഴും. അതൊക്കെ നല്ല അനുഭവമാണ് കേട്ടോ. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ആൾക്കാരാണ് വരുന്നത്, ഏതൊക്കെ ലാംഗ്വേജിലുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാഴ്ചകളും കണ്ട് ആഹാരം കഴിച്ച് കലബല വർത്തമാനങ്ങളും പറഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം നമുക്ക് സൈലൻ്റായിട്ടിരിക്കാനായിട്ടും ഭഗവാനെ അതിൽ കൂടെ കാണാനായിട്ടും ഭയങ്കര അനുഭവമാണ് കേട്ടോ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്താണ് നമ്മൾ തിരുവള്ളൂരുടെ അടുത്തേക്ക് പോകുന്നത്. ഓക്കെ, അത് അവിടെ ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് വന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗ്ലാസ് പാലം ഒക്കെ ഉണ്ട് അവിടെ. തിരുവള്ളൂരുടെ പ്രതിമയും അതിന് ശേഷം ഞാൻ വന്ന സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഗ്ലാസ് പാലത്തിലൂടെ എല്ലാവർക്കും പോകാൻ ഭയമാണ്. പക്ഷേ എനിക്കൊന്നും അങ്ങനെ ഭയമൊന്നുമില്ല. മനുഷ്യൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സുഖമരണമാണ് അല്ലേ, ഉറക്കമാണ് അല്ലേ. കുറേ ഉറക്കങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇന്നും തോന്നത്തില്ല. നമ്മൾ പിന്നെ ഭഗവാനുമായിട്ട് നിയറായിട്ട് നമുക്കിങ്ങനെ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആഴങ്ങളെല്ലാം നമുക്ക് അടുത്തായിട്ട് തോന്നും. അവരാരും ഇറങ്ങിയില്ലേ? ധർമ്മല വാ, ഞാൻ പിടിക്കാം. വാടേ വാ, ഒന്നുമില്ല വാ. ഇത് ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെ നമ്മൾ ഇറങ്ങണം? വാ, ഒന്നും ചെയ്യില്ല. കണ്ടോ, ഭഗവാനല്ലേ നമ്മളെ കൂടെ അല്ലാതെ നമ്മൾ ഭഗവാനോട് പോയല്ലേ യാത്ര. നോ ഭഗവാനല്ലേ നമ്മളോടൊപ്പം യാത്ര ചെയ്യണം. ഇതിലെല്ലാം ഭഗവാനെ കാണണം നമ്മൾ, മനസ്സിലായോ? അപ്പം അതിൽ നമ്മൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിരിക്കും. റോക്ക്, കടൽ തിരകൾ എല്ലാം ഉണ്ട് ഇതിൽ. നമ്മളിങ്ങനെ പത്മനാഭൻ ശയിക്കുന്നതായിട്ട് ഇങ്ങനെ പാൽത്തിരകൾ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ അടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ പോകണം. അത് ഞാൻ പേടിയായി പോയെന്നാ തായ്ലൻഡിൽ ബോട്ടിൻ്റെ ഷിപ്പിലേക്ക് കയറുമ്പോൾ കടലിൻ്റെ നടുക്ക് വീഴാൻ പോകും. ഓഹോ, അപ്പം 2 ആൾ പിടിച്ച് എങ്ങനെയോ പോകുന്നു. എന്നെ ഞാൻ കടലിൽ അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവള്ളൂർ ബിൽഡിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അതുവഴി കയറി ഒരു ഭാഗം കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ എന്താ പറയുക സമുദ്രമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ അവരിങ്ങനെ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളെ ഒരു ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറണം. അപ്പോൾ അങ്ങനെ 1-2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് തിരുവള്ളൂരുടെ പാദത്തിൻ്റെ അവിടെയായിട്ട്, അതായത് ആ സ്റ്റാച്ചുവിൻ്റെ അവിടെയായിട്ട് നമ്മൾ എത്തുന്നത്. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ പറയുക, കന്യാകുമാരി മുഴുവനായിട്ടും കാണാൻ പറ്റും. വിവേകാനന്ദ റോക്ക് ഒക്കെ കന്യാകുമാരി മുഴുവനായും കാണാൻ പറ്റും എന്ന് പറയുന്നതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവള്ളൂർ പ്രതിമ നിൽക്കുന്ന അതൊരു ദ്വീപെന്ന് പറയുന്നത് ആക്ച്വലി
ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചേരുന്ന ഭാഗത്താണ് ഇത് വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് ഇത് സ്ഥാപിച്ചിട്ടുള്ളതെന്ന്. എന്താണ്? തിരുവള്ളുവരുടെ പ്രതിമ. തിരുവള്ളുവരെക്കുറിച്ച് പറയുമ്പം ആ വിവാദത്തിലേക്ക് കടക്കത്തക്ക രീതിയിലൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല. കാരണം നമ്മുടെ പന്തിരുകുലത്തിലെ തിരുവള്ളുവരാണ് ഈ തിരുക്കുറൽ എഴുതിയ തിരുവള്ളുവരെന്നും ഒരു വാദമുണ്ട്. അപ്പോൾ അതല്ല എന്നും പലതിലും പറയപ്പെടുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഈ കഥയിലേക്കൊന്നും പോകുന്നില്ല ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളാണിത്, കണ്ടോ? 133 അടി ഹൈറ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇവിടെ നിന്നാലൊന്നും മുഖമൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. ഞാൻ അവിടെ ബോട്ടിൽ കയറാൻ പോകുന്ന സമയത്തിനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈഡ് വ്യൂവും മുഖവും എല്ലാം കാണാൻ പറ്റുന്നത്. അത് ദൂരെയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ പ്രതിമ കാണാനായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ശരിക്ക് ഫേസൊന്നും കാണാൻ പറ്റത്തില്ല. വെറും പാദം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളുടെ മടക്ക യാത്രയായി. എന്തോ ആ തിരകൾ വന്ന് ഇങ്ങനെ റോക്കിലടിക്കുന്ന കണ്ടോ, എത്ര കണ്ടാലും മതിയാകത്തില്ല കേട്ടോ. നോക്കി നോക്കി നിൽക്കുമ്പോൾ ടൈം പോകുന്ന അറിയത്തേ. കന്യാകുമാരി കടപ്പുറത്ത് സന്ധ്യമയങ്ങും നേരത്ത്. ആക്ച്വലി ഞാൻ പോയി ഫ്രണ്ടിൽ നിന്ന് നോക്കി കേട്ടോ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ലേഡീസ് എല്ലാം ബാക്കിൽ പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിലേക്ക് വന്നു. ഉണ്ടല്ലേ, എന്തോരം ഭംഗിയാ. പക്ഷെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ പോയ ഉദ്ദേശം എന്ന് പറയുന്നത് സൺസെറ്റ് ആൻഡ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആകാശം മുഴുവനായിട്ട് ക്ലൗഡി ആയിരുന്ന കാരണം കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഒരവസരം കാത്തിരിക്കുന്നു. ശരിക്കും ആ തിരുവള്ളൂർ സ്റ്റാച്യുവും അതിനോട് ബന്ധപ്പെട്ട പണികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. 1990 ആരംഭിച്ചതും 99 ഫിനിഷായതും 2000 ഇനാഗുറേറ്റ് ചെയ്തതുമാണിത്. പക്ഷെ ഇപ്പോഴും 25 കഴിഞ്ഞു. 25 നവംബർ മാസത്തിലൊക്കെയാണല്ലോ നമ്മൾ പോയത്. 2025 നവംബറിലെ ലാസ്റ്റ് മന്താണ് പോയത് ഞങ്ങൾ. ലാസ്റ്റല്ല, നവംബർ മാസത്തിലാണ് പോയത്. അപ്പോഴും ഇതിൻ്റെ പണിയൊന്നും അങ്ങനെ പൂർത്തിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കരയ്ക്കെത്തിക്കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന പ്ലാനാണ്. പെണ്ണുങ്ങൾക്കെല്ലാം പൂ വയ്ക്കണ്ടേ? എല്ലാവരും വളരെ സുന്ദരികളായിട്ട് സാരി കൊടുത്തിട്ടാണ് അമ്പലത്തിൽ വന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയത്. കാരണം വേറൊന്നുമല്ല, എനിക്ക് പിറ്റേ ദിവസം പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ പകുതി മനസ്സ് നാട്ടിലായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തല വേർക്കാൻ പറ്റില്ല, തണുപ്പ് കൊള്ളാൻ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഭക്ഷണത്തിൻ്റെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ എൻ്റെ തൊണ്ടയ്ക്ക് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ്. സാരി ഉടുത്ത് കഴിഞ്ഞാലും ദേഹം വേർത്താലോ തല വേർത്താലൊക്കെ പ്രശ്നമാണ് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. പക്ഷേ എന്നാലും എത്രയോ നാളുകൾക്ക് ശേഷം വരുന്നതാണ്. ഈ പ്രത്യേകിച്ച് 1-2 പേരൊക്കെ 1-2 വർഷത്തിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടവരുണ്ട്. അപ്പോൾ പിന്നെ അവർ എൻ്റെ നാട്ടിൽ വരുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആരാണ് അവരോടൊപ്പം പോവേണ്ടത്? അങ്ങനെയായിരുന്നു. അങ്ങനെ ക്ഷേത്ര ദർശനമെല്ലാം അന്നേ ദിവസം വളരെ ഭംഗിയായി. ദേവിയെ വീണ്ടും വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടായി. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അടുത്ത ദിവസം ഒരു 5:45 സൺറൈസ് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു അടുത്തുള്ള ഒരു എന്താ പറയുക, അപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതെല്ലാം. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് നിന്നു. ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് എന്താണ്
ഫോണും ഒക്കെ ആയിട്ട് നിന്നു സൺറൈസൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട്. പക്ഷേ ക്ലൗഡി ആകാശമായിരുന്നു, കാണാനേ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഒരു 7 വരെയൊക്കെ നിന്ന് കേട്ടോ. ഞങ്ങൾ 5:45 മുതൽ 5:45 അതെ. ആ ഹോട്ടൽ മാനേജർ പറഞ്ഞു 6 o'clock പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ 5:45 കഴിഞ്ഞപ്പോഴേ എത്തി കേട്ടോ. എന്നിട്ട് രാവിലെ വരെ നിന്നു. പക്ഷെ ഞങ്ങൾ മാത്രമല്ല, അതാണ്ട് ആ സൈഡിലുള്ള ആ പാലത്തിൻ്റെ പുറത്ത് നിറച്ചും ഈ ഭാഗത്തൊക്കെ ആൾക്കാരാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും കാണാൻ പറ്റിയില്ല. ക്ഷേത്രത്തിൻ്റെ അവിടെയും ഒക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ആർക്കും കാണാൻ പറ്റിയില്ല. എന്തെന്നാൽ സൂര്യഭഗവാൻ വന്നില്ല, അത് തന്നെ കാര്യം. ക്ലൗഡി ആകാശമായിരുന്നു. ട്രിവാൻഡ്രത്തും എല്ലാം അപ്പോഴങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു കാര്യം. പിന്നെ ഇനി ഒരു പ്രാവശ്യം നമ്മൾ സൺസെറ്റും സൺറൈസും എല്ലാം കന്യാകുമാരിയിൽ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു രാവിലെ. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള തിരക്ക് കണ്ടോ നിങ്ങൾ? ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കംപ്ലീറ്റ് ആൾക്കാരും ഇങ്ങനെ സൂര്യൻ്റെ ദർശനം നോക്കി നിൽക്കുകയാണ്. പക്ഷേ നിരാശപ്പെടേണ്ടി വന്നു എല്ലാവർക്കും. എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിട്ടേ, എനിക്ക് അങ്ങോട്ട് വരാൻ പേടി. കാറ്റടിക്കുമ്പോഴേ പോകും എൻ്റെ കയ്യിൽ നിന്ന് പോണതായിരുന്നു. ഇതേ ഷർമിള എവിടെ പോയി? ഷർമിള മൂടിപ്പൊതിച്ച് നിൽക്കുന്നു. സദേട്ടനെ കണ്ടു. ഷേട്ടാണ് പോയി. ലളിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ സൂര്യഭഗവാൻ മാത്രം വന്നില്ല. എല്ലാവരും താഴെ, അവരുടെ ക്ഷമയെല്ലാം പോയി ഓരോരുത്തരായിട്ട് താഴെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ അടുത്ത് നമ്മൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആൾക്കാരൊക്കെ എപ്പോഴും പോയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ആ കോർണറിൻ്റെ അവിടെ കണ്ടോ നിങ്ങൾ? അത്ര തിരക്കുന്നുണ്ടോ? കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഭഗവാൻ വരാത്ത കാര്യം അതുകൊണ്ടായിരുന്നു. എല്ലാവർക്കും ബോറായി, എല്ലാവരും തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മുടെ റൂമിനകത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ്. സമുദ്രവും വിവേകാനന്ദ റോക്കും, പിന്നെ ഇവിടെ ഒരു റെയിൻ വാട്ടർ റിസർവോയർ ആയിരിക്കും തോന്നുന്നു. ഇവിടെയുണ്ട്. ഇതിനകത്തൊരു ഗണപതി ഭഗവാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വിചാരിച്ചിരിക്കാതെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ 3 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. 2 റൂമും മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ, ആദ്യമായിട്ട് വരുമ്പോഴല്ലേ അറിയാം. അപ്പോൾ ഒരു റൂം മാത്രം നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ നമ്മൾ കണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. രാവിലെ ഇപ്പോൾ ഒരു 7 മണിയായി കാണും. ഞങ്ങൾ 6 മണിക്കാണ് സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5:55 ആയപ്പോഴേ ഞങ്ങൾ അതിൻ്റെ റൂഫിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ 6:45 വരെ നോക്കി, പക്ഷേ സൂര്യൻ എവിടെയും വന്നില്ല. ഇന്നലെ സൂര്യൻ അസ്തമിക്കുന്നതും കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്നും ആർക്കും. ഈ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ കുറച്ച് ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നത്. അവിടെ ഇതാ ആ ഒരു കോർണറിൽ മോൾ ഭാഗത്ത് കാണുന്നത് അതാണ് നാഗരുടെ പ്രതിഷ്ഠയോ എന്തൊക്കെയോ അതിൻ്റെ മുകളിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു മതിൽക്കെട്ടിൻ്റെ മോൾ ഭാഗമാണ്. സൂര്യഭഗവാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. ഇതാ ക്ലൗഡി ആകാശം, എവിടെയും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു
8:39 ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കും. പോകും വഴി ഇവിടെ ഒരു തമിഴ്നാട്ടിലെ തിരുപ്പതിയുടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇതുവരെ പോയിട്ടില്ല അവരാരും. അപ്പോൾ അവിടെ ഒന്ന് കയറണമെന്നുണ്ട്. എല്ലാം പോട്ടെ, വൈകുന്നേരം എനിക്ക് പ്രാക്ടീസും ഉണ്ട് മ്യൂസിക്കിൻ്റെ. എത്ര കണ്ട് സൗണ്ട് വരുമെന്നൊന്നും അറിയത്തില്ല. ആവുന്നത്ര ഞാൻ സ്വെറ്ററും മഫ്ലറും ഒക്കെ ഇട്ട് ചെവി തലയെല്ലാം പൊതിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേ അങ്ങ് ദൂരെ നിന്നൊരു ബോട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ? ഉണ്ടോ? എനിക്ക് തോന്നുന്നു അത് ഫിഷിംഗ് ബോട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു യാത്രയാണ് കന്യാകുമാരി യാത്ര. കന്യാകുമാരിയിലൊരു സൺറൈസും സൺസെറ്റും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇത് കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രമാണ്. കന്യാകുമാരിയിൽ നിന്നും ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ കേന്ദ്രക്കാർ കൊടുത്ത 5.5 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. തിരുപ്പതി വെങ്കടാചലപതി ശരിക്കും ദേവസ്ഥാനം പോലെ തന്നെയാണ് ഇവിടെയും പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അതേ രൂപ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഉത്സവങ്ങളെല്ലാം, രഥോത്സവവും മഹോത്സവവും എല്ലാം ഇവിടെയും അതുപോലെ തന്നെ ഇവർ ആചരിക്കുന്നു. ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂജാവിധികളും എല്ലാം അതുപോലെ തന്നെയാണ്. ഇത് എപ്പോഴായിരുന്നു? ഞാനിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. 2013 ആരംഭിച്ച് 2019 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഈ ക്ഷേത്രം അങ്ങനെയായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും വിവേകാനന്ദ റോക്കും ഉണ്ടോ. തിരുവള്ളുവരെ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. ഇതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഗാർഡൻ പോലെയൊക്കെ അവർ റെഡിയാക്കി കൊണ്ടുവരുന്നു അല്ലോ. ചുറ്റിനുമെല്ലാം നല്ല വിസ്തൃതി ആർന്ന കണ്ടോ, പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയൊക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ വിഷുദിനത്തിൽ സൂര്യഭഗവാൻ നേരിട്ട് സൂര്യപ്രകാശം, ഭഗവാന്റെ ആ രശ്മികൾ ഈ തിരുപ്പതി ഭഗവാന്റെ പാദത്തിൽ വരും എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതേ ദിനത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുക. വിഷുദിനത്തിൽ സൂര്യരശ്മി ഭഗവാന്റെ കാൽപാദത്തിൽ പതിയും. ആ ഒരു രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. എല്ലാം വ്യത്യസ്തവും അതിശയകരവും എല്ലാമായിട്ടുള്ള ഒരു നിർമ്മാണങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഒത്തിരി പേരൊക്കെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് വരാനുള്ള ഭാഗ്യം ഉണ്ടായത്.
അങ്ങനെ നമ്മൾ ഇവിടെയും 2-3 സെൽഫി എല്ലാം സാധിച്ചു. എന്നിട്ട് കുറച്ച് പേരൊക്കെ പോയി അങ്ങ് വണ്ടിയിലിരിപ്പായി. എന്താല്ലേ ഒരു കടൽക്കരയിലൊരു ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും വിട വാങ്ങി. ഇനി നേരെ ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്ന വഴി തമിഴ്നാട്ടിൽ എനിക്ക് നൊങ്ക് കഴിക്കണം എന്ന് എനിക്കൊരു ആശയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ കൂടെ അറിയിച്ചു. അങ്ങനെ നമ്മൾ തക്കല എത്തുമ്പോൾ ഒരു നൊങ്ക് കടയല്ല സൈഡിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അവരുടെ അടുത്തുനിന്ന് നൊങ്ക് വെട്ടി സർബത്താക്കി. സർബത്ത് മീൻസ് നൊങ്ക് മാത്രം, നൊങ്ക് സർബത്ത് ആക്കി നമ്മൾ കുടിച്ചു. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ശരീരത്തിന് വളരെ നല്ലതും ആണെന്ന് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്, അവർക്കും ഉണ്ട് പനയെല്ലാം. അങ്ങനെയാണ് ഞാൻ അവിടെ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പക്ഷേ നറുനണ്ടിയുടെ സത്ത് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ അയാളുടെ കരിക്കുണ്ടായിരുന്നു. കരിക്കിൻ്റെ ഇങ്ങനെ ഇളം കരിക്ക് അതിനകത്ത് ഒഴിച്ച് അതും കൂടെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അത് എനിക്ക് അപ്പം തോന്നിയില്ല. പിന്നെ ഞാനും കയറി അവിടെ കടക്കാരനായിട്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു അത്. പക്ഷേ അയാൾ ചെയ്ത് ഇവർക്കെല്ലാം കൊടുത്തു. സാധാരണയൊക്കെ കൊടുത്തത് അതായിരുന്നു. അതൊഴിക്കാണ്ട് കണ്ടില്ലേ നന്നാരി. തമിഴ്നാട്ടിലെ നന്നാരി എന്നൊക്കെ പറയുന്നതും നറുനണ്ടി എന്നൊക്കെ പറയണതൊക്കെ കളറും കൂടെയൊക്കെ ചേർത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഞാനും എൻ്റെ ഒരാളായിട്ട് മാറി. അപ്പോൾ അത് മോൻ്റെ കൈയാണ് കാണുന്നത്. അപ്പോൾ അവ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. കണ്ടോ, നല്ലൊരു നൊങ്ങിൻ്റെ ഭക്ഷണം. അതിൽ പലരും ആദ്യമായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ശരീരത്തിന് ചൂട് സമയത്തൊക്കെ വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാനും കുറച്ച് എൻ്റെ ബിസിനസ് തുടങ്ങി. അതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് തെറിക്കും കേട്ടോ. തെറിച്ച് കഴിഞ്ഞാൽ അതൊരു കറയായിട്ടിങ്ങനെ കിടക്കും. അത് പോകത്തില്ല ഡ്രസ്സിലൊക്കെ ആയ. അതുകൊണ്ട് അങ്ങനെയുള്ള കളിയൊന്നും ഞാനില്ല. അങ്ങനെ ഇത് ഞങ്ങളുടെ ഒരു കല്യാണവും കന്യാകുമാരി വിശേഷവും. കന്യാകുമാരി ദേവിയെ കണ്ടു, വിവേകാനന്ദ റോക്ക്, പിന്നെ അത് കഴിഞ്ഞു തിരിച്ച് വന്നു. രാവിലെ തന്നെ അവിടെ നിന്ന് മടങ്ങി. പിന്നെ അവിടെ തന്നെ കന്യാകുമാരി തന്നെ ഒരു 3 കിലോമീറ്റർ ഡിഫറൻസിൽ തിരുപ്പതി വെങ്കടാചലപതി ഉണ്ട്. അദ്ദേഹത്തിനെയും കണ്ടു. അത് കഴിഞ്ഞ് മടങ്ങും വഴി ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. തമിഴ്നാട്ടിൽ നൊങ്കെന്ന് പറയും ഞങ്ങൾ. പിന്നെ പാലക്കാടുകാരെന്ത് പറയും? നൊങ്കെന്നേനെയാ പറയുക. ഹിന്ദിയിൽ പറയും നീരാന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ മലയാളത്തിന് പറയാ? ലളിതയുടെ നാട്ടില് പനന്തേങ്ങ. അപ്പൊ തേങ്ങ, പനന്തേങ്ങ എന്ന് പറയും. അപ്പൊ ലളിതയുടെ നാട് എവിടെയാ? കോട്ടയത്ത് പനന്തേങ്ങ എന്നാണ് പറയുന്നത്. അപ്പൊ മെനുവേ അതെല്ലാം കഴിച്ചു നമ്മള്. ഇപ്പോ തക്കല കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം അവർ പോകും. എനിക്ക് ഏറ്റവും ഒരു വിഷമം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വൈകുന്നേരം ഒന്ന് പ്രാക്ടീസ് ഉണ്ട്. ഈ ട്രിപ്പ് എൻജോയ് ചെയ്തതിനാണ്. എന്നാലും മോശമൊന്നുമില്ല, ഇളക്കത്തിനൊന്നും കുറവില്ലായിരുന്നു. കുറച്ചും കൂടെ എന്തായാലും എൻജോയ് ചെയ്യാമായിരുന്നു. തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഇതാ കഴുത്തിലൊക്കെ കെട്ടി സ്വെറ്റേഴ്സ് എല്ലാ സെറ്റപ്പോടു കൂടിയാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ബാക്കി ഭാഗം അടുത്ത ഫുഡും കൂടെ കഴിച്ചിട്ടേ വീട്ടിൽ കയറുള്ളൂ. ഇവർക്ക് 4 മണിക്കാണ് ട്രെയിന്. അപ്പോൾ നല്ല 2 ദിവസങ്ങളാണ്. 2 ദിവസങ്ങളല്ല, നല്ല 4 ദിവസങ്ങളായിരുന്നു. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നത്.
അപ്പോൾ ദുബായിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പാർട്ട് 1 and 2 ആയിട്ട് ഇടണോ അതോ ഒന്നായിട്ട് തന്നെ ഇടണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കുണ്ട് വീഡിയോ, ഞങ്ങളുടെ ഫോട്ടോസും എല്ലാം. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം.